നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-807 എന്ന വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. പറന്നുയർന്ന വിമാനത്തിന്റെ എയർ കണ്ടീഷനിംഗ് യൂണിറ്റിൽ തീപിടുത്തമുണ്ടായി എന്ന സംശയത്തിലാണ് തിരിച്ചിറക്കിയത്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നലെ വൈകിട്ട് 5:52 യാത്രക്കാരെല്ലാം നടുക്കുന്ന ഈ സംഭവമുണ്ടായത്. വിമാനത്തിൽ 175 യാത്രക്കാരുണ്ടായിരുന്നു. തീപിടുത്തമുണ്ടായെന്ന സംശയം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനത്താവളത്തിൽ എമർജൻസി പ്രഖ്യാപിച്ചത്. തുടർന്ന് 6:38 വിമാനം സുരക്ഷിതമായി നിലത്തിറക്കുകയായിരുന്നു. യാത്രക്കാർക്ക് ബംഗളൂരുവിലേക്ക് യാത്ര തുടരാൻ ബദൽ സംവിധാനം ഏർപ്പെടുത്തിയെന്നും എയർലൈൻ അധികൃതർ ഉടനെ തന്നെ അറിയിച്ചിരുന്നു. വൈകുന്നേരം 6:15 തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വിമാനത്താവളത്തിൽ നിന്നും ഫോൺ വന്നുവെന്നും തുടർന്ന് 3 യൂണിറ്റുകളെ അവിടേക്ക് അയച്ചതായും ഡൽഹി ഫയർ സർവീസും അറിയിച്ചിരുന്നു. എന്തായാലും വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയതോടെ വലിയൊരു അപകടമാണ് ഒഴിവായി പോയത്. അതേസമയം എയർ ഇന്ത്യ വിമാനത്തിൽ വ്യാജ ബോംബ് ഭീഷണി. ഡൽഹി വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ലാബറട്ടറിയിൽ ബോംബ് എന്നെഴുതിയ ടിഷ്യൂ പേപ്പർ കണ്ടെത്തി. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വ്യാജ ബോംബ് ഭീഷണിയാണെന്ന് മനസ്സിലായത്. ബുധനാഴ്ച വൈകിട്ട് 7:30 വഡോദരയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ ലാബറട്ടറിയിൽ നിന്ന് ബോംബ് എന്നെഴുതിയ ടിഷ്യൂ പേപ്പർ കിട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി പ്രോട്ടോകോളുകൾ പാലിച്ച് സമഗ്രമായ പരിശോധന നടത്തി. സംശയാസ്പദമായ വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല എന്നും IGI എയർപോർട്ട് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഉഷ രംഗ്നാനി വ്യക്തമാക്കിയിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിനൊപ്പം ഡൽഹിയിലെ നിരവധി ആശുപത്രികൾക്ക് ഞായറാഴ്ച ബോംബ് ഭീഷണി ഇമെയിലുകൾ വന്നതിനു പിന്നാലെയാണ് ടിഷ്യൂ പേപ്പറിലെ ബോംബ് ഭീഷണിയും ഉണ്ടായത്. ഡൽഹി പോലീസിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഭീഷണി വ്യാജമാണെന്ന് തെളിഞ്ഞു. ഇതുമാത്രമല്ല, ഈ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു സംഭവം ഈ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഉണ്ടായത്. അതായത് വീൽ ചെയർ നൽകാതെ യാത്രക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം. അതിൽ എയർ ഇന്ത്യക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ആ ഗുരുതര വീഴ്ചയിൽ എയർ ഇന്ത്യക്ക് 30 ലക്ഷം രൂപ പിഴ ചുമത്തി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം ആവശ്യപ്പെട്ട് DGCA എയർ ഇന്ത്യക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്ന സംഭവം വരെ ഉണ്ടായിരുന്നു. വിശദീകരണം വിലയിരുത്തിയതിനു ശേഷം എയർ ഇന്ത്യ കുറ്റം ചെയ്തതായി കണ്ടെത്തിയതോടെ പിഴ ചുമത്തിയിരുന്നു. മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫെബ്രുവരി 12 ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഇന്ത്യൻ വംശജനായ 80 വയസ്സുള്ള അമേരിക്കൻ പൗരൻ ഹൃദയാഘാതത്തെ തുടർന്നാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. യാത്രക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 വീൽ ചെയറുകൾ ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ഗേറ്റിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാര്യയ്ക്ക് വീൽ ചെയർ നൽകിയ ഇദ്ദേഹം മറ്റൊരു വീൽ ചെയറിനായി കാത്തിരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച് നടന്നു. മറ്റൊന്ന് കിട്ടുന്നത് വരെ കാത്തു നിൽക്കാൻ ജീവനക്കാർ പറഞ്ഞുവെങ്കിലും അദ്ദേഹം ഭാര്യയോടൊപ്പം നടന്നു. ഇതായിരുന്നു എയർലൈൻ നൽകിയ വിശദീകരണം. എന്നാൽ ഈ വിശദീകരണം തൃപ്തികരമല്ലെന്നും ഭിന്നശേഷിക്കാരോ നടക്കാൻ പ്രയാസമുള്ളവരോ ആയ യാത്രക്കാർക്ക് നൽകേണ്ട സൗകര്യങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചിരുന്നു എയർ ഇന്ത്യക്കെതിരെ.